പുൽവാമ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി ആന്റോ ആന്റണി MP. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ആന്റോ ആന്റണി നിലപാട് മാറ്റി. സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തലാണ് താൻ വിശദീകരിച്ചത്. അത് ഇനിയും പറയുമെന്നും രാജ്യദ്രോഹ കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നും ആന്റോ ആന്റണി പറഞ്ഞു. പുൽവാമയിൽ അന്നത്തെ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ഈ സുരേന്ദ്രൻ രാജ്യദ്രോഹ കുറ്റം ആക്ഷേപിക്കുകയും അത് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യാത്തത്? ഈ മരിച്ചുപോയ ജവാന്മാരുടെ ഭാര്യമാർ അവർ 42 പേർ അവർ സത്യാഗ്രഹം വരുന്നു. ഇതേക്കുറിച്ച് നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തി സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സത്യാഗ്രഹം വരുന്നു. അവർ രാജ്യദ്രോഹികളാണോ? അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ അത് ജനങ്ങളോട് തുറന്നു പറയും. അതിന് ഏത് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാലും ഏത് നടപടിയെടുത്താലും അത് ധീരമായി അതിനെ നേരിടും. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന ആന്റോ ആന്റണി MPയുടെ പരാമർശത്തിനെതിരെ ഡോക്ടർ TM തോമസ് ഐസക്. പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണ്. ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ തടഞ്ഞില്ലെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. CAA NIA ബില്ലുകളെ കോൺഗ്രസ് അനുകൂലിച്ചുവെന്നും ഡോക്ടർ തോമസ് ഐസക് വിമർശിച്ചു. അവരുടെ ഭീകരാക്രമണമല്ല നടത്തിയത്, അവരുടെ പിന്തുണയോടുകൂടി. എന്താ BJP സർക്കാർ ചെയ്തത്? അങ്ങനെ ഒരു ആക്രമണത്തിന് മുന്നറിയിപ്പുണ്ടായിട്ടും അത് പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് അത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആവശ്യപ്പെട്ടു, അതുപോലെ തന്നെ ഗവർണർ ആവശ്യപ്പെട്ടു. അത് ചെവിക്കൊണ്ടില്ല, ഒന്നും ചെയ്തില്ല. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു. ഇത് പുതിയ കാര്യമൊന്നുമില്ലെന്ന് ഇന്ത്യ എത്രയോ നാളായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതേസമയം പുൽവാമ പരാമർശത്തിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ MPയുടെ കോലം യുവമോർച്ച പ്രവർത്തകർ കത്തിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് ആന്റോ ആന്റണി MP നൽകുന്ന വിശദീകരണം എന്താണ്? ഒപ്പം ഈ വിഷയം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ ആന്റോ ആന്റണി പറഞ്ഞത് പാകിസ്ഥാൻ എന്ത് പങ്ക് പുൽവാമ ആക്രമണത്തിൽ എന്നായിരുന്നു. അത് കൃത്യമായി തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലായിരുന്നു പറഞ്ഞത്. സത്യപാൽ മാലിക്കിനെ ഒരു ഘട്ടത്തിൽ കോട്ട് ചെയ്തെങ്കിൽ പോലും പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് ചോദിച്ചതോടുകൂടിയാണ് ഇത് വിവാദമായത്. ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അത് എന്തായാലും അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ തന്റെ വാചകങ്ങളല്ല എന്നാണ്, സത്യപാൽ മാലിക്കിന്റെ വാചകങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് പൂർണ്ണമായി അതിനെ തള്ളുകയാണ്. പാകിസ്ഥാൻ തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് രാവിലെ 24നോട് വ്യക്തമാക്കി. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ആക്രമണം നടക്കുമെന്ന് അറിഞ്ഞിട്ടും അത് തടയാൻ തയ്യാറായില്ല. അതാണ് സുരക്ഷാ വീഴ്ച. അതിൽ കേന്ദ്ര സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും ഡോക്ടർ TM തോമസ് ഐസക് പറയുന്നു. എന്തായാലും അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു BJP. യുവമോർച്ച പ്രവർത്തകർ ആന്റോ ആന്റണി MPയുടെ കോലം കത്തിക്കുന്ന പ്രതിഷേധത്തിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.